ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRTയിലെ എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. SCRTയിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പഠിക്കുക. ഇതിൽ പല ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നേച്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ആദം സ്മിത്ത് ആണ്. ആദം സ്മിത്ത് ആണ് നേച്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ വരുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷലാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, മികച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻസർ വരുന്നത് എ സാമുവൽസൺ ആണ്. എ സാമുവൽസൺ ആണ് മികച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എ സാമുവൽസൺ. നിങ്ങൾക്ക് ചിലപ്പോൾ തരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ 3 കള്ളികൾ ഇട്ടിട്ട് ABCD തന്നിട്ടായിരിക്കും ഇവർ ഏതുമായിട്ട് ബന്ധപ്പെട്ടത് എന്നായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഏതാണ്? ആൻസർ വരുന്നത് ഹിന്ദു സ്വരാജ് ആണ്. ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം. അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഓരോന്നും ഏതൊക്കെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടേതാണെന്ന് കണ്ടെത്തി എഴുതുക. നമുക്ക് നോക്കാം. ആദ്യത്തെ, ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വ്യക്തി ആരാണ്? അമർത്യ സെൻ ആണ്. അമർത്യ സെൻ ആണ് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് അമർത്യ സെൻ. രണ്ടാമത്തെ, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. അടുത്തതാണ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നു എന്ന് പഠനം നടത്തിയ വ്യക്തിയാണ് രമേശ് ചന്ദ്രദത്ത്. രമേശ് ചന്ദ്രദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നു എന്ന് പഠനം നടത്തിയ വ്യക്തിയാണ് രമേശ് ചന്ദ്രദത്ത്. അവസാനത്തെ, ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ചാണക്യൻ. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്ന് കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ചാണക്യൻ. അപ്പൊ ഇങ്ങനെ 4 അഭിപ്രായം തന്നിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യാനായിരിക്കും ചോദിക്കാൻ സാധ്യത. അടുത്ത ചോദ്യം ഏകദേശം ഇതേപോലെയൊക്കെ ആയിരിക്കാം. സാമ്പത്തിക ശാസ്ത്രം, അതായത് നമുക്കിവിടെ ABCD എന്ന് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നോക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കാം സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളും സാമ്പത്തിക ശാസ്ത്രവും. അപ്പൊ മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം ഇതിനെക്കുറിച്ച് പഠിച്ച വ്യക്തി ആരാണെന്നാണ്? അമർത്യ സെൻ ആണ്. അമർത്യ സെൻ ആണ്. ഇനി ഗാന്ധിജിയുടെ ആശയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അതായത് ഗാന്ധിജിയുടെ ആശയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ അഥവാ ട്രസ്റ്റിഷിപ്പ്. ട്രസ്റ്റിഷിപ്പാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ്. ഇത് ഒരുപാട് തവണ BSc ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നേരിട്ടിട്ടായിരുന്നു ചോദിച്ചത്. ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അടുത്തത്, ഇതിപ്പോൾ നമ്മൾ നോക്കിയതാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാന നഷ്ടം എന്ന് കുറയുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ചാണക്യൻ. ദാദാബായുടെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭവനം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തുന്നു എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ വരുന്നത് അമർത്യ സെൻ ആണ്. അമർത്യ സെൻ ആണ് മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ കുറിച്ച് തയ്യാറാക്കുക. എന്തൊക്കെയായിരുന്നു ആശയങ്ങൾ എന്നായിരുന്നു. ഇതിൽ 3 തരും, 1 അല്ലാതെയും തരും. എന്നിട്ട് ഏതാണ് അതിൽ തെറ്റ് എന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി
കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതൊക്കെയായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത്. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയും സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും. ഈ 4 ആശയങ്ങളായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അടുത്തത്, ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത് എങ്ങനെയായിരുന്നു? അതും ഇതുപോലെ തന്നെ ചോദിക്കാം. ഒന്നാമത്തെ വരുന്നത്, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളം. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് തുച്ഛമായ വില നൽകി ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യയിൽ തന്നെ വിറ്റു. മൂന്നാമതായിട്ട് വരുന്നത്, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു, കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ഇതൊക്കെയായിരുന്നു ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് അല്ലാത്ത ഒന്ന് തരും, എന്നിട്ട് ഏതാണ് തെറ്റ് എന്ന് ചോദിക്കാം. അടുത്ത ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ വരുന്നത് ആഡം സ്മിത്ത് ആണ്. അടുത്ത ചോദ്യം, ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ 4 ഘടകങ്ങൾ ഏവ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇത് ചിലപ്പോൾ ഈ 3 തരും. അതിന് പകരം അധ്വാനം എന്ന് തന്നു കഴിഞ്ഞാൽ അതിലേതാണ് തെറ്റ് എന്നുള്ളതായിരിക്കും. ഇന്നലെ നടന്ന ഡിഗ്രിക്ക് ഇതായിരുന്നു ചോദ്യം എന്ന് തോന്നുന്നുണ്ട്, ഉറപ്പില്ല. ഞാൻ ഇവിടെ വെച്ചൊന്ന് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ 4 ഘടകങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അടുത്ത ചോദ്യം, കാൾ മാർക്സിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു മാർക്സ്. അതായത് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്കായിരുന്നു മാർക്സ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഉൽപ്പന്നത്തിന്റെ വിലയിൽ സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് മാർക്സ് വിശേഷിപ്പിച്ചു. അപ്പം മിച്ചമൂല്യം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കാൾ മാർക്സ് ആണ്. ഉൽപ്പന്നത്തിന്റെ വിലയിൽ സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞതും കാൾ മാർക്സ് തന്നെയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാത്തതാണ് സമൂഹം എന്ന് പറഞ്ഞതും കാൾ മാർക്സ് ആണ്. മൂലധനം എന്ന കൃതി രചിച്ച വ്യക്തിയാണ് കാൾ മാർക്സ്. അടുത്തത്, മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ചിന്തകൾ എന്ന് നോക്കാം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ വ്യവസ്ഥ. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇത്രയുമായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓരോരുത്തരുടേതായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് പഠിക്കാം. അതായത് ചാണക്യൻ, ദാദാഭായ് നവറോജി, ഗാന്ധിജി. ഫസ്റ്റ് ചാണക്യൻ. അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും. നമ്മൾ ആദ്യം നോക്കിയ അതേ ഭാഗം തന്നെയാണ് ചാണക്യന്റെ പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും എന്നുള്ള പറഞ്ഞ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചാണക്യനാണ്. അടുത്തതാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളം, നമ്മൾ നേരത്തെ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ കൂടിയ വിലയ്ക്ക് വിറ്റഴിച്ചു എന്നിവയായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, അത് നോക്കി പഠിച്ചാൽ മതി. അടുത്തതാണ് ഗാന്ധിജി. ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. ഗ്രാമീണ കാർഷികർക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. കുടിൽ ചെറുകിട വ്യവസായം, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ, സ്വയം പര്യാപ്തവും സ്വാശ്രയമായ സമ്പദ് വ്യവസ്ഥയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി നിങ്ങൾ കൂടുതലായി പഠിക്കേണ്ടത് ഇതിൽ വരുന്നതും അതുപോലെ തന്നെ
പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിൽ പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു ചാപ്റ്ററാണ് സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. ഇതിലാകെ 1, 2, 3 പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. കൃഷി വ്യാപിക്കുന്നതിനായി ദോവാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു കൊടുത്ത സൽത്തനത്ത് ഭരണാധികാരി ആരാണ്? പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ വീതിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു ബാൽബൺ. ഗംഗ യമുന നദികൾക്കിടയിലെ പ്രദേശമായിരുന്നു ദോവാബ് എന്ന് പറയുന്നത്. അടുത്തത് മധ്യകാല ഇന്ത്യയിലെ 2 തുറമുഖങ്ങളുടെ പേരെഴുതുക. അപ്പൊ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. കാരണം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും, 3 ഇത് തരും, 1 അല്ലാത്ത തരും, അതിലേതാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അപ്പൊ മധ്യകാല ഇന്ത്യയിലെ ഏതൊക്കെ തുറമുഖങ്ങൾ എന്ന് നോക്കാം. കാംബെ, ഗോവ, കോഴിക്കോട്, ബ്രോച്ച്, നാഗപട്ടണം, കൊല്ലം, സൂറത്ത്, മസൂലിപട്ടണം ഇവയായിരുന്നു മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. കാംബെ, ഗോവ, കോഴിക്കോട്, ബ്രോച്ച്, നാഗപട്ടണം, കൊല്ലം, സൂറത്ത്, മസൂലിപട്ടണം തുടങ്ങി 8 എണ്ണമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. അടുത്തത് രാഷ്ട്രം എന്നാൽ എന്ത്? രാഷ്ട്രത്തിന്റെ ആവശ്യ ഘടകങ്ങൾ ഏതെല്ലാം? രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത്, രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കണം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റിനോട് കൂടിയതുമായ ജനതയെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അവയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം തുടങ്ങിയവയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. 2ാമത്തെ ചാപ്റ്റർ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. പ്രത്യേകിച്ച് ഈ തുറമുഖങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ളതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിലെ ഓരോ ചോദ്യങ്ങളും ഈ വരുന്ന LDCക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.